എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള ട്രയൽ അലോട്ട്മെൻറ്റ് റിസൾട്ട് പ്രസിദ്ധീകരിച്ചു. ജൂൺ 17 വരെ വിദ്യാർത്ഥികൾക്ക് അപേക്ഷയിൽ ആവശ്യമായിട്ടുള്ള എഡിറ്റുകൾ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ എഡിറ്റ് ഓർ അൺലോക്ക് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് എഡിറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്ന വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും അപേക്ഷ ഫൈനൽ കൺഫർമേഷൻ ചെയ്യേണ്ടതാണ്. അങ്ങനെ ചെയ്യാത്ത വിദ്യാർത്ഥികളെ അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്ന്, അതായത് ഈ ഒരു ഫൈനൽ കൺഫർമേഷൻ ചെയ്ത് പുതിയ അപേക്ഷയുടെ പ്രിൻ്റ് ഔട്ട് എടുക്കാത്ത വിദ്യാർത്ഥികളെ അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ പരിഗണിക്കുന്നതായിരിക്കില്ല. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, പിന്നീട് നിങ്ങൾക്ക് മുഖ്യഘട്ടത്തിൽ, അതായത് ആദ്യത്തെ മുഖ്യഘട്ടത്തിലെ അലോട്ട്മെൻറ്റിൽ തന്നെ ഏകദേശം കുറേ സീറ്റ് ഫില്ലാവും. അതിനുശേഷം പിന്നീട് വരുന്ന സപ്ലിമെൻ്ററി ഘട്ട അലോട്ട്മെൻറ്റിലേക്ക് മാത്രമേ വിദ്യാർത്ഥികളെ പരിഗണിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ അറിയാതെങ്കിലും എഡിറ്റ് ഓർ അൺലോക്ക് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ എഡിറ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്, അതായത് ഏതെങ്കിലും വിവരങ്ങൾ എഡിറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ വിവരങ്ങളാണ് എഡിറ്റ് ചെയ്യാൻ ശ്രമിച്ചത് ആ ഒരു വിവരങ്ങളൊക്കെ തിരുത്തിയിട്ട് കറക്റ്റായിട്ട് ആപ്ലിക്കേഷൻ കൺഫേം ചെയ്ത് അതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുക്കേണ്ടതാണ്. അപേക്ഷയുടെ പ്രിൻ്റ് ഔട്ട് എടുത്താൽ മാത്രമാണ് വിദ്യാർത്ഥികളുടെ അപേക്ഷ പൂർത്തിയായിട്ട്, അതായത് പൂർണ്ണമായിട്ട് കൺഫേം ആയി എന്നുള്ള കാര്യം പറയാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ മൊബൈൽ നമ്പർ, അതുപോലെ തന്നെ നിങ്ങളുടെ ഇമെയിൽ ID, അതുപോലെ അതായത് നിങ്ങൾ ലോഗിൻ ചെയ്യാൻ, അതായത് ഈ ഒരു ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നൽകിയിട്ടുണ്ടായിരുന്ന മൊബൈൽ നമ്പർ, ഇമെയിൽ ID എന്നിവ ഒഴികെയുള്ള ഏതൊരു വിവരങ്ങളും നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ നിങ്ങളുടെ ട്രയൽ അലോട്ട്മെൻറ്റ് അറിയാനായിട്ട് admission.uoc.ac.in/admission എന്ന ഈ ഒരു പേജ് ഓപ്പൺ ചെയ്യും, അതായത് ഈ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യും. ട്രയൽ അലോട്ട്മെൻറ്റ് എന്നുള്ള ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക എന്നുള്ള ഒരു ഓപ്ഷൻ കാണാം, അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ക്ലിക്ക് ചെയ്ത ശേഷം വിദ്യാർത്ഥികൾക്ക് പിന്നീട് വരുന്ന പേജിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും, അതായത് നിങ്ങൾ ആദ്യം അപേക്ഷ നൽകുന്ന സമയത്ത് ജസ്റ്റ് നിങ്ങൾക്ക് കുറച്ച് നിർദ്ദേശങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാകും. അപ്പോൾ നിങ്ങൾ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇത് ജസ്റ്റ് ലോഡ് ആവും. അപ്പോൾ ലോഡ് ആവാനായിട്ട് കുറച്ച് ടൈം എടുക്കുന്നുണ്ട്, കാരണം ഈ ഒരു അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചതുകൊണ്ട് പല വിദ്യാർത്ഥികളും ചിലപ്പോൾ അലോട്ട്മെൻറ്റ് ചെക്ക് ചെയ്യുന്നുണ്ടാകും. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് കാണുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ വിദ്യാർത്ഥികൾക്ക്, അതായത് ആ ഒരു പേജ് ലോഡാവാനായിട്ട് കുറച്ച് തടസ്സമുണ്ട്. കാരണം നെറ്റ്വർക്കല്ല, ജസ്റ്റ് ഈ ഒരു വിദ്യാർത്ഥികളൊക്കെ ട്രയൽ അലോട്ട്മെൻറ്റ് ചെക്ക് ചെയ്യുന്നതുകൊണ്ട് ചിലപ്പോൾ ആ ഒരു പേജ് ലോഡാവാനായിട്ട് കുറച്ച് ടൈം എടുക്കും. അപ്പോൾ ജസ്റ്റ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത്, അതിനുശേഷം നിങ്ങൾക്ക് അവിടെ ഒരു ചെക്ക് ബോക്സ് ഉണ്ടാകും, അത് ക്ലിക്ക് ചെയ്ത് ഈ ഒരു ക്ലിക്ക് ആൻഡ് പ്രൊസീഡിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് പിന്നീട് ലോഗിൻ ചെയ്യാനുള്ള പേജിലേക്ക് പോകുന്നതാണ്. അവിടെ നിങ്ങളുടെ ക്യാപ്പ് ID യും അതുപോലെ സെക്യൂരിറ്റി കീയും നൽകി ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത ശേഷം വിദ്യാർത്ഥികൾക്ക് അവിടെ ട്രയൽ അലോട്ട്മെൻറ്റ് റിസൾട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. അതായത് നിങ്ങൾക്ക് മുൻപ് പറഞ്ഞതുപോലെ തന്നെ ഇതുപോലെ ജസ്റ്റ് കുറേ ബോക്സുകളായിട്ടായിരിക്കും ഓരോന്നിൻ്റെയും ലിങ്ക് ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ അതിൽ ട്രയൽ അലോട്ട്മെൻറ്റ് ലിങ്ക് കറക്റ്റായിട്ട് ക്ലിക്ക് ചെയ്ത് നിങ്ങൾ അത് ട്രയൽ അലോട്ട്മെൻറ്റ് ചെക്ക് ചെയ്ത് നോക്കുക. അതിനുശേഷം നിങ്ങൾക്ക് താഴെയായിട്ട് ഈ ഒരു മൂന്നാമത്തെ നിരയിലായിട്ടാണ് അവിടെ നിങ്ങൾക്ക് അൺലോക്ക് ഓർ എഡിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്, അതായത് അൺലോക്ക് ഓർ എഡിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്ത ശേഷം വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ അപേക്ഷ എഡിറ്റ് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളോട് സെക്യൂരിറ്റി കീ ചോദിക്കും. അപ്പോൾ ആ സെക്യൂരിറ്റി കീ നൽകിയ ശേഷം വിദ്യാർത്ഥികൾക്ക് ആ ഒരു എഡിറ്റ് ചെയ്യാനായിട്ട് തുടങ്ങാവുന്നതാണ്. അപ്പോൾ എഡിറ്റ് ചെയ്ത ശേഷം വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും അപേക്ഷ ഫൈനൽ കൺഫർമേഷൻ ചെയ്യേണ്ടതാണ്. ഫൈനൽ കൺഫർമേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, നിങ്ങൾ ഈ ഒരു കൺഫേം ചെയ്ത ശേഷം അതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുക്കുന്നത് കൂടി മാത്രമാണ് നിങ്ങളുടെ അപേക്ഷയുടെ ആ ഒരു കൺഫർമേഷൻ പൂർത്തിയാകുകയുള്ളൂ. അക്കാര്യം വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെ കൺഫേം ചെയ്യാത്ത വിദ്യാർത്ഥികൾക്ക് പിന്നീട് ഈ ഒരു മുഖ്യഘട്ട അലോട്ട്മെൻറ്റിൽ നിങ്ങളെ പരിഗണിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ഒരു പത്രക്കുറിപ്പ് പ്രകാരം പറഞ്ഞിട്ടുള്ളത് 2024 ജൂൺ 17 വൈകിട്ട് 5 മണി വരെ അപേക്ഷകർക്ക്, അതായത് ജൂൺ 17 വൈകുന്നേരം 5 മണി വരെ അപേക്ഷകർക്ക് ട്രയൽ അലോട്ട്മെൻറ്റ് ചെക്ക് ചെയ്യാം. നേരത്തെ സമർപ്പിച്ച അപേക്ഷയിൽ വിദ്യാർത്ഥികൾക്ക് എല്ലാവിധ തിരുത്തലുകൾക്കും, അതായത് പേര്, മൊബൈൽ നമ്പർ, ഇമെയിൽ ID എന്നിവ ഒഴികെ 2024 ജൂൺ 17 വൈകുന്നേരം 3 മണി വരെ അവസരം ഉണ്ടായിരിക്കും. ഇതിനായിട്ട് വിദ്യാർത്ഥികൾ ലോഗിൻ വിവരങ്ങൾ ഉപയോഗിച്ച് ലോഗിൻ ചെയ്യേണ്ടതും എഡിറ്റ് ഓർ അൺലോക്ക് എന്ന ലിങ്കിലൂടെ ആവശ്യമുള്ള തിരുത്തലുകൾ വരുത്തേണ്ടതുമാണ്. തിരുത്തലുകൾക്ക് ശേഷം പുതുക്കിയ അപേക്ഷയുടെ പ്രിൻ്റ് ഔട്ട് നിർബന്ധമായിട്ടും ഡൗൺലോഡ് ചെയ്യേണ്ടതാണ്. എഡിറ്റ് ഓർ അൺലോക്ക് ബട്ടൺ ഉപയോഗിച്ച് എഡിറ്റ് ചെയ്യാൻ ശ്രമിച്ച വിദ്യാർത്ഥികൾ അപേക്ഷ പൂർത്തീകരിച്ച് പ്രിൻ്റ് ഔട്ട് എടുത്തിട്ടില്ലെങ്കിൽ അലോട്ട്മെൻറ്റ് പ്രക്രിയയിൽ നിന്ന് വിദ്യാർത്ഥികളെ പുറത്താക്കപ്പെടുന്നതായിരിക്കും. പ്രസ്തുത അപേക്ഷകൾ പൂർത്തീകരിക്കുന്നതിനുള്ള അവസരം പിന്നീട് റെഗുലർ അലോട്ട്മെൻറ്റ് ശേഷം മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. തെറ്റായ വിവരങ്ങൾ നൽകി ലഭിക്കുന്ന അപേക്ഷകൾ, അതായത് തെറ്റായ വിവരങ്ങൾ നൽകിയിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്ന അലോട്ട്മെൻറ്റുകൾ റദ്ദാക്കപ്പെടുന്നതായിരിക്കും. അപേക്ഷയിൽ തിരുത്തലുകൾ വരുത്തുന്നതിനുള്ള അവസരമാണ്, അത് ലാസ്റ്റ് ചാൻസ് ആണ്. ആയതിനാൽ അപേക്ഷകർ ഓൺലൈൻ രജിസ്ട്രേഷൻ സമയത്ത് നൽകുന്ന മാർക്ക് കൃത്യമാണെന്നും NSS, NCC, SPC, ആർട്സ് ആൻഡ് സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് അതുപോലെ തുടങ്ങിയ വെയിറ്റേജ് സർട്ടിഫിക്കറ്റുകൾ +2 തലത്തിലുള്ളതാണെന്നും നോൺ ക്രിമിനൽ EWS സംവരണ വിവരങ്ങൾ എന്നിവ കൃത്യമാണെന്നും ഉറപ്പുവരുത്തണം. 2022, 23, 24 വർഷങ്ങളിൽ VHSE NSQF സ്കീമിൽ +2 പാസ്സായ വിദ്യാർത്ഥികൾ NSQF ബോർഡാണ് അപേക്ഷയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് എന്നുള്ളതും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആ ഒരു കാര്യമാണ്. അപ്പോൾ ഇത് കറക്റ്റായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. ജൂൺ 17 വരെ നിങ്ങളുടെ പേര്, മൊബൈൽ നമ്പർ, ഇമെയിൽ ID എന്നിവ ഒഴികെയുള്ള കാര്യങ്ങൾ ഒഴികെ, അതായത് ഓപ്ഷൻ ഉൾപ്പെടെ ഏതൊരു വിവരങ്ങളും നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.